ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ സ്ഥാനമൊഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളാലാണ് രാജി. രാഷ്ട്രപതിക്ക് രാജിക്കത്തയച്ചു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് രാജിക്കത്ത് നൽകിയത്. നേരത്തെ പശ്ചിമബംഗാൾ ഗവർണറായിരുന്നു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പിച്ചേരുന്നു. ഗൗതം, ഇന്ന് രാവിലെ സദാനന്ദൻ മാസ്റ്ററുടെ ചെവിയിൽ കീപ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞത് ജഗ്ദീപ് ധൻഖറാണ്. എന്തുകൊണ്ട് രാജി? കൃഷ്ണരാജെ, വളരെ അപ്രതീക്ഷിതമായൊരു നീക്കമാണ് ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുൻപ് അദ്ദേഹം രാഷ്ട്രപതിക്ക് രാജിക്കത്ത് അയച്ചിരിക്കുകയാണ്. 2022 മുതൽ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന വളരെ സുപ്രധാനമായ പദവിയിലിരുന്ന വ്യക്തിത്വമാണ് ജഗദീപ് ധൻഖർ. നമുക്കറിയാം, അദ്ദേഹം ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തുന്നതിന് വളരെ മുൻപ് തന്നെ ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം ആ ഗവർണർ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരിൻ്റെ പല ഭരണകൂട ഭീകരതയാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണെങ്കിലും അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചൊരു വ്യക്തിത്വമായിരുന്നു. രാജസ്ഥാനിലെ ജുൻജുനു സ്വദേശിയാണ്. ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ള ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു നേതാവാണ്. അങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെപ്പറ്റി ചർച്ച ചെയ്തതാണ്. കാരണം രാവിലെ 11 മണിക്കാണ് കേരളത്തിൻ്റെ സ്വന്തം സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞയ്ക്കിടയിൽ സദാനന്ദൻ മാസ്റ്ററെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലുകൾ അക്രമ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ടത് ഇടത് ഭീകരതയുടെ ഭാഗമായി, കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ ഭാഗമായി എങ്ങനെയാണ് സദാനന്ദൻ മാസ്റ്റർക്ക് കാലുകൾ നഷ്ടപ്പെട്ടതെന്നും എങ്ങനെയാണ് അദ്ദേഹം പോരാടിയതെന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ അതിജീവിച്ചുകൊണ്ട് രാജ്യസഭയിലേക്കൊക്കെ അദ്ദേഹം എങ്ങനെ വരുന്നു, തൻ്റെ രാഷ്ട്രത്തോടുള്ള കടപ്പാടും അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ സദാനന്ദൻ മാസ്റ്റർ പറയുകയും അതിനുശേഷം ഈ സത്യപ്രതിജ്ഞയ്ക്കായി കയറുന്ന ഘട്ടത്തിൽ, ഡൈസിലേക്ക് കയറുന്ന ഘട്ടത്തിൽ കീപ് ദ സ്പിരിറ്റ് എന്ന് ജഗദീപ് ധൻഖർ ഈ ഉപരാഷ്ട്രപതി സദാനന്ദൻ മാസ്റ്ററുടെ ചെവിയിൽ പറയുന്നതൊക്കെ ഇന്ന് കേരളം വളരെ ആവേശത്തോടു കൂടി അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി കണ്ട ഒരു കാഴ്ചയാണ്. എന്നാൽ ഈ രാത്രിയിൽ വളരെ വ്യത്യസ്തമായൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു എന്നതാണ്. നമ്മുടെ ഉപരാഷ്ട്രപതി ആരോഗ്യ കാരണങ്ങളാൽ ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അടുത്ത കാലത്തായി എയിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ദിവസങ്ങളോളം ചികിത്സയിലേക്ക് നീങ്ങിയിരുന്നു. അദ്ദേഹത്തിന് പല ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ രാജിക്കത്ത് ഇപ്പോൾ രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും ഇനിയും ഗൗതം, നമുക്കറിയാം രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അതുപോലെ ഗവർണറുടെയും ഒക്കെ അവകാശങ്ങളിൽ ജുഡീഷ്യറിയുടെ കടന്ന് കയറ്റം, അല്ലേ, അതിനെ നിശിതമായി അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വേദികളിലൊക്കെ ജഗദീപ് ധൻഖർ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. കാരണം അധികകാലം ഈ കസേരയിൽ ഉണ്ടാവില്ല എന്ന്. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ആയിരിക്കാം. പക്ഷേ എങ്കിലും ആ കസേരയിൽ, ഉപരാഷ്ട്രപതി കസേരയിൽ ഇരുന്നു കൊണ്ട് ആ കസേരയുടെ പ്രസക്തി, പ്രാധാന്യം അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ ജഗദീപ് ധൻഖറിന് സാധിച്ചില്ല. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ വഴി. നമ്പ്യാർ അത് തന്നെയാണ്. അതായത് ഈ ജുഡീഷ്യറി അനാവശ്യമായി കടന്നുകയറ്റം നടത്തുകയും ചില വിധിപ്രസ്താവം നടത്തുന്നതിനെയുമൊക്കെ അദ്ദേഹം രൂക്ഷ ഭാഷയിൽ തന്നെ വളരെ ചങ്കുറ്റത്തോടു കൂടി തന്നെ വിമർശിക്കുന്ന കാഴ്ച ഭാരതം കണ്ടതാണ്. മാത്രമല്ല, ഈ ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യസഭയുടെ ചെയർ നിയന്ത്രിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്, രാജ്യസഭാ ചെയർമാൻ കൂടിയാണ്. അതിനാൽ അടുത്ത കാലത്ത് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ എങ്ങനെയാണ് ഒരു ചെയറിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി ജഗദീപ് ധൻഖർ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഈ അനാവശ്യമായി ബഹളം വയ്ക്കുന്ന പ്രതിപക്ഷ എംപിമാരാണെങ്കിലും ഏത് പക്ഷത്തുള്ള എംപിമാരാണെങ്കിലും അവരെ കൃത്യമായിട്ട് തന്നെ നിയന്ത്രിക്കുകയും ആദ്യഘട്ടത്തിൽ താക്കീത് ചെയ്യുകയും
അതിനുശേഷം വീണ്ടും ഇത്തരത്തിൽ നാടകം കളിച്ചു കഴിഞ്ഞാൽ അവരെത്ര വലിയ ശക്തന്മാരാണെങ്കിലും അവരെ പുറത്തേക്ക് കളയുകയും ഒക്കെ ചെയ്യുന്ന ജഗദീപ് ധൻഖറുടെ ശൈലി തീർച്ചയായിട്ടും വലിയ തോതിൽ കയ്യടി നേടിയിട്ടുള്ളതാണ്, വലിയ പ്രശംസയ്ക്ക് വഴിവെച്ചിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ നേരത്തെ തന്നെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ജുഡീഷ്യറിക്കെതിരെ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ ജുഡീഷ്യറി അനാവശ്യമായ കടന്നുകയറ്റം നടത്തുന്നു എന്ന വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ജഗദീപ് ധൻഖർ എല്ലാ കാലത്തും ഒരു മികച്ച ചെയറിലിരിക്കുന്ന വ്യക്തിത്വം എന്ന നിലയിൽ സ്വാഭാവികമായും സഭയുടെ ചരിത്രത്തിലും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ അപ്രതീക്ഷിതമായാണ് ഈ രാത്രിയിൽ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻഖർ ഇപ്പോൾ രാജിവെക്കുന്നത്. സ്വാഭാവികമായും ഇനിയും അടുത്ത പ്രക്രിയ എന്നത് ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇനി ആരെത്തും എന്നതൊക്കെ സംബന്ധിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. നമുക്കറിയാം ഗൗതം, പ്രത്യേകിച്ച് സെഷൻ നടക്കുകയാണ് അല്ലേ? എത്രയും പെട്ടെന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇന്നും ചെയർ നിയന്ത്രിച്ചത് ജഗദീപ് ധൻഖർ ആയിരുന്നു. അതുതന്നെയാണ് അനിൽ നമ്പ്യാർ. അതായത് ഇന്നത്തെ ദിവസം നമ്മളെല്ലാം അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്തതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അദ്ദേഹം വളരെയധികം ശ്രദ്ധ നേടിയ ചില വിഷ്വൽസിൽ ഉപരാഷ്ട്രപതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള പാർലമെൻറ്റിൻ്റെ മഴക്കാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചു. മാത്രമല്ല രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ശ്രദ്ധേയമെന്നത് കേരളത്തിൻ്റെ സ്വന്തം സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹം ഇന്നാണ് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 4 പുതിയ രാജ്യസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോട് കൂടിയാണ് ഇന്ന് രാജ്യസഭാ നടപടികളിലേക്ക് കടന്നത്. അതിൽ സദാനന്ദൻ മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ചരിത്രമൊക്കെ സദാനന്ദൻ മാസ്റ്റർ കടന്നു വന്ന പോരാട്ടത്തിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു എന്ന കാര്യമൊക്കെ സഭയെ അറിയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കീപ് ദ സ്പിരിറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ ആ വാചകം സദാനന്ദൻ മാസ്റ്ററുടെ ചെവിയിൽ പറഞ്ഞതൊക്കെ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ ട്രെൻഡിംഗ് ആയി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനാൽ ഇന്നത്തെ പകൽ മുഴുവൻ നമ്മൾ ജഗദീപ് ധൻഖറുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ്. സദാനന്ദൻ മാസ്റ്ററുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടപ്പോൾ